ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു അംബർല കട്ടിങ് സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഒരു ചെറിയ മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അത് നമുക്ക് ഇത് എത്ര മീറ്റർ ഉണ്ട് നോക്കാം. ഇതിന് മുന്നേ ഞാൻ 3-4 സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കൂ. 1.5 മീറ്ററിലും അല്പം കൂടുതലുണ്ട് ഈ മെറ്റീരിയൽ. ഇതാദ്യം നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഹാഫ് അമ്പറിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി കോണായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഇതേപോലെ കോണായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ഈ മടക്ക് ഭാഗം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ കോണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അരവണ്ണം എടുക്കുന്നത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് കിട്ടുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പും എല്ലാം അടക്കമാണ് 8 ഇഞ്ച് എടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 കോർണറിൽ നിന്നും സെയിം മെഷർമെൻ്റ് തന്നെയല്ലേ കിട്ടുന്നത് നോക്കണം. ഇവിടെ 10 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതേ 10 ഇഞ്ച് തന്നെ ഇപ്പുറത്തെ സൈഡിലും കിട്ടണം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കേവ് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. കറക്റ്റ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യരുത്, ഒന്ന് വളച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എത്രയാണ് മെഷർമെൻറ്റ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. 26 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. ഇവിടെയാണ് നമുക്ക് 26 ഇഞ്ച് കിട്ടുന്നത്. മേലത്തെ പീസിൽ ഇത്രേ ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ബാക്കി ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. തയ്യൽ തുമ്പടക്കം കിട്ടുന്ന രീതിയിൽ മേലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ലെങ്ത്ത് കൂടുതലുള്ള ഭാഗം എല്ലാ ഭാഗത്തേക്കും തയ്യൽ തുമ്പ് ഒരേപോലെ വരത്തക്ക രീതിയിൽ മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയണത്. അപ്പോൾ ഇതുവരെ അംബർല സ്കേർട്ട് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. വെറും 2 മെഷർമെൻറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. അരവണ്ണത്തിൻ്റെ അളവും ലെങ്ത്തും. മേലെ കറക്റ്റ് മെഷർമെൻറ്റ് ഇങ്ങനെ നീക്കി വെച്ച് അളന്ന് കൊടുക്കുക. അത് ഇപ്പം നിങ്ങൾക്ക് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒന്നുകിൽ പിന്നു കുത്തി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പിടിപ്പിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നീക്കി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. മേലെ ഒരു ബാൻഡ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഇഞ്ച് ലെങ്ത്ത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പോകുന്നൊരു പീസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യോജിപ്പിക്കേണ്ടി വരിക. അതാദ്യമേ തന്നെ പിന്നു കുത്തി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ തയ്ക്കണ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ മടക്കിയിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്കിത് പിന്നു കുത്തി വെച്ച് കൊടുക്കാം. ഈ ഭാഗം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ മേൽഭാഗം കട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ നല്ല പുറം തമ്മിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പിന്നു കുത്തി വെച്ച് കൊടുക്കാം. നമ്മളിത് ആദ്യം ചെയ്ത് വെച്ചില്ലെങ്കിൽ ചില സമയത്ത് യോജിപ്പിക്കുമ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അടിയിലെ പീസും വെച്ച് കൊടുക്കുക. ഇനി അരഭാഗം കട്ട് ചെയ്തെടുക്കുക. അരവണ്ണത്തിൽ കൂടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കണക്കും കാര്യങ്ങളൊന്നും നോക്കാണ്ടാണ് ഞാൻ സാധാരണ ചെയ്തെടുക്കാറ്. അതുപോലെ തയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. പുറത്ത് തയ്ച്ചു കൊടുക്കാനൊന്നല്ല കേട്ടോ, നമ്മളുടെ സ്വന്തം യൂസിന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ
ഒരുപാട് നമുക്കിങ്ങനെ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അരവണ്ണത്തിന് വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ബാൻഡ് ഞാൻ അരവണ്ണത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാൻഡ് ഞാനൊരു 19 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 19 ഇഞ്ച് 2 മടക്കിൽ വീതി എടുക്കുന്നത്. 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. 2 മടക്കാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. തയ്യൽ തുമ്പും ഒക്കെ അടക്കം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കാം. ഞാൻ എളുപ്പത്തിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കാണിക്കുന്നത്. ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. ഞാനിതാ ഈ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 22 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം യോജിപ്പിച്ചെടുക്കണം. നമ്മൾ 2 പീസായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 2 പീസും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ട് അതിന് മുകളിലൂടെ തയ്ച്ചു കൊടുത്താൽ മതി. അതിനാണ് ഞാൻ കൂടുതൽ തുണി എടുക്കണം എന്ന് പറഞ്ഞത്. കണ്ടില്ലേ, തയ്യൽ തുമ്പൊന്നും കാണുന്നൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇതാ ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഈ പിന്നി പോരുന്ന തുണി അതുപോലെ ഇങ്ങനെ സിൽക്കിൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ നൂല് പിന്നിയൊന്നും പോരില്ല. ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ 2 സൈഡും ഈ സൈഡും ഇതാ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ആദ്യം 1/2 ഇഞ്ചിലും മടക്കിയിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചിലും കൂടെ മടക്കി കൊടുക്കുക. എന്നിട്ടൊരു അടി കൊടുക്കുക. ഇത് ഡയറക്റ്റ് ബാൻഡ് അതുമ പിടിപ്പിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുക. പക്ഷേ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും ഇതായിരിക്കും നല്ലത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ഈസി മെത്തേഡ് ഇതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പിടിച്ചാൽ കിട്ടാത്ത തുണിയിലൊക്കെ നന്നായി പ്രാക്ടീസ് ആയതിന് ശേഷം തയ്ച്ചെടുക്കുക. ദാ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുത്തി വെച്ചിട്ടുള്ള ഭാഗമാണ് അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഒരു 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് എന്നിട്ട് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പൊക്കെ നൂല് ചിലപ്പോൾ പിന്നിപ്പോരും. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എപ്പോഴും. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതാ ഇത് സ്കേർട്ടിൻ്റെ പൊട്ട ഭാഗമാണ്. ആ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഒരല്പം മുകളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഈ ബാൻഡുമ്മലൂടെ തന്നെ നമ്മൾ ഈ തയ്ച്ച തയ്യൽ തുമ്പുണ്ടല്ലോ അതുമ്മലൂടെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുക മറിച്ചിടുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നല്ല നീറ്റിൽ വളഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തതുകൊണ്ടാണ് ഇത്രയും ചെറിയ ബാൻഡ്. നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ട് ഈ ബാൻഡ് പീസിൻ്റെ തുണി കൂടുതലെടുക്കണം. ഫസ്റ്റ് ലോക്ക് ചെയ്തൊന്ന് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒപ്പം വെച്ച് തയ്ച്ച് പോരുക. ഈ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം മാത്രം നല്ലോണം ശ്രദ്ധിച്ച് ആയത്തിൽ ചെയ്തെടുക്കുക. ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു തയ്യൽ കാണുന്നത് നമുക്ക് അഴിച്ചെടുക്കുക. നമ്മൾ ഓൾറെഡി ബാൻഡ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഉള്ള തയ്യൽ തുമ്പാണത്. അത് നമുക്ക് അഴിച്ചെടുക്കുക. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം യോജിപ്പിച്ചെടുക്കാം.
എൻ്റെ ഭാഗം എത്തുമ്പോഴും നന്നായി ലോക്ക് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കുക. ഇനി ഈ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമതും ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു തയ്യൽ കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റിൽ കിട്ടും. അതല്ല നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഓവർലോക്ക് ചെയ്തെടുക്കുക. ലേസ് വേണമെന്നുണ്ടെങ്കിൽ ലേസ് വെച്ച് കൊടുക്കുക, പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മടക്കി തന്നെ ചെയ്യുന്നുള്ളൂ. ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫ്ലെയറായിട്ട് കിടക്കുന്നൊരു അംബർല സ്കേർട്ടാണിത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കുക. നല്ല ഫ്ലോയി മെറ്റീരിയലിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയർ. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.